എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പതിവ് പോലെ തന്നെ മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ 6 മണിക്ക് എണീറ്റു. ഇന്ന് മകരച്ചൊവ്വയാണ്. അപ്പോൾ മോളേനെ സ്കൂളിലേക്ക് ആക്കിയിട്ട് ഏട്ടൻ്റെ കൂടെ അമ്പലത്തിൽ പോകണം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാവിലെ എണീറ്റ് ജനലൊക്കെ തുറന്നപ്പോൾ ഭയങ്കര ഇരുട്ടാണ്. ഞാൻ ജനലൊക്കെ വീണ്ടും അടച്ചു കേട്ടോ. പിന്നെ പതിവ് പോലെ തന്നെ ഫ്രിഡ്ജൊക്കെ തുറന്ന് പാലും സാധനങ്ങളും ഒക്കെ വേണ്ടതൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചു. അപ്പോൾ ഇന്നലെ കഴുകി വെച്ച തക്കാളി അവിടെ ഇരിക്കുന്നു. പിന്നെ രാത്രി ഞാനതെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാൻ മറന്നു കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ നീട്ടപ്പോൾ പഴയ തക്കാളിയൊക്കെ ഒന്ന് പുറത്തേക്ക് വെച്ച് പുതിയ തക്കാളിയൊക്കെ അതിൽ തന്നെ ഫില്ല് ചെയ്തിട്ട് അത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചു കേട്ടോ. ഇതൊക്കെ ഞാൻ ഇന്നലെ കഴുകി വെച്ചതായിരുന്നു. പിന്നെ ഫ്ലവറായിരുന്നു, ഇന്ന് കോളിഫ്ലവറാണ് വെക്കുന്നത്. ചപ്പാത്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫ്ലവറും ഇതുപോലെ തലേ ദിവസം കഴുകി വെച്ചതാണ്. എന്നാലും ഞാൻ ഒന്നും കൂടി വെള്ളത്തിൽ ഒരു 10 മിനിറ്റും കൂടി നന്നായി കഴുകിയിട്ട് വെള്ളത്തിൽ മുക്കി അവിടെ വെച്ചു. അതൊക്കെ ഇങ്ങനെ പൊട്ടിച്ച് ഇട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഞാനത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട്. പിന്നെ ഞാൻ വടുക്കോർത്തൊക്കെ പോയിട്ട് പാത്രങ്ങൾ വേണ്ടതൊക്കെ എടുത്തിട്ട് ഒന്നിച്ചങ്ങോട്ട് എടുത്തിട്ട് അടുക്കളയിലേക്ക് വരിക ചെയ്ത്. അപ്പോൾ അതിലുള്ള വേണ്ട പാത്രങ്ങളൊക്കെ ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇന്ന് മോൾക്ക് ചപ്പാത്തിയും കറിയും മതി സ്കൂളിലേക്ക് എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ അമ്പലത്തിലേക്ക് പോകുന്നതുകൊണ്ട് ചോറൊക്കെ വെച്ചതാണ്. പിന്നെ ചുക്കുവെള്ളം കുറച്ച് ബാക്കിയിരുന്നാണ്. അപ്പോൾ ഞാൻ അതാദ്യം തന്നെ ജഗ്ഗിലേക്ക് മാറ്റി. പിന്നെ പാല് ഞാൻ ഇന്നലെ തിളപ്പിച്ച് വെച്ചതാണിത്. തലേ ദിവസത്തെ പാലാണ് തിളപ്പിച്ച് വെച്ചിട്ട് അതിന്ന് പാട കിട്ടിയത് മാറ്റി വെച്ചിട്ടാണ് ചായ ഉണ്ടാക്കുക. ഇത് ഞാൻ ഇത് ഞാൻ ഉരുക്കി നെയ്യാക്കുകയാണ് കേട്ടോ പതിവ്. അപ്പോൾ ഈ പാട മാറ്റിയ പാലുകൊണ്ടാണ് ചായ ഉണ്ടാക്കുക. ഇന്ന് പാല് വരുമ്പോൾ ഒരു 7 മണിയൊക്കെ ആവും. അപ്പോഴേക്കും ഈ പാല് പിന്നെ ഞങ്ങൾ വൈകുന്നേരം മുതൽ ചായക്ക് എടുക്കുള്ളൂ. ഞാൻ പകൽ തന്നെ അത് തിളപ്പിച്ച് വെക്കുക. പിന്നെ ഞാനൊന്ന് വടുക്കോർത്ത് വന്ന് നോക്കിയപ്പോഴേക്കും ഇതേ വെളിച്ചം അങ്ങനെ വരണേ ഉള്ളൂ. അപ്പോൾ പുറത്തെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. രാവിലത്തെ കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമായിരിക്കും. പക്ഷേ ഇത് ശനി ഞായറൊന്നും കാണാറില്ല കേട്ടോ. അന്നൊക്കെ വൈകി എണീക്കുള്ളൂ. അപ്പോഴേക്ക് ചായയായി, ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചു. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അത് ഫ്ലവർ ഒന്ന് അതിൽ ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കാനാണ്. പിന്നെ അരിയൊക്കെ എടുത്ത് കഴുകി വെച്ചു. ഇപ്പോൾ കുറുവ അരിയുടെ ചോറാണ് വെക്കുക. അപ്പോൾ അത് നന്നായി ഒന്ന് കഴുകി. അപ്പോഴേക്കും ജനൽ തുറന്ന് നോക്കിയപ്പോൾ വെളിച്ചമൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ ജനലൊക്കെ അങ്ങോട്ട് തുറന്നിട്ടു. പിന്നെ അരിയൊക്കെ കഴുകി അടുപ്പത്തേക്ക് ഇട്ടു. ഇത് ഞാൻ റൈസ് കുക്കറിലേക്കാണ് മാറ്റി വയ്ക്കുക ചെയ്യാറ്. അതുകൊണ്ട് പിന്നെ ചോറൊന്ന് തിളക്കേണ്ട താമസമേ ഉള്ളൂ. പിന്നെ ഞാൻ പുറത്തൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയപ്പോൾ നല്ല പോലെ വെളിച്ചമായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുണികളൊക്കെ എടുത്തിട്ട് ഒന്ന് സോപ്പിലിട്ട് വെച്ചു. ഇത് ഞാൻ കൈ കൊണ്ട് തന്നെ കല്ലിൽ കഴുകുക കേട്ടോ ചെയ്യുക. സോപ്പിൽ തുണികളൊക്കെ ഇട്ട് വെച്ച് വന്നപ്പോഴേക്ക് തന്നെ അരിയൊക്കെ തിളച്ചിരുന്നു. പിന്നെ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചു. ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് പൊടി ചപ്പാത്തി കുഴയ്ക്കാറ്. അപ്പോൾ അതും കുഴച്ചവിടെ വെച്ചു. അപ്പോൾ അതേ നമ്മളുടെ കുളക്കോഴി എന്ന് പറയില്ലേ, കാട്ടുകോഴി എന്നൊക്കെ, അത് 2 എണ്ണം എന്നും ഒരേ സമയത്ത് ഇങ്ങനെ രാവിലെ വീടിൻ്റെ ഈ സൈഡിൽ കൂടെ അവരുടെ സ്ഥലത്തേക്ക് ഇങ്ങനെ പോകും കേട്ടോ. ഇനി രാത്രി തിരിച്ച് അവർ കൂട്ടിലേക്കും ഇതേ വഴി തന്നെ അവർ തിരിച്ച് വരുന്ന നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. രാവിലെ പോകുമ്പോഴും രാത്രി വൈകുന്നേരം വിളക്കൊക്കെ കൊളുത്തിയതിൻ്റെ ശേഷമാണ് അവരിങ്ങോട്ട് തിരിച്ച് വരികയും ചെയ്യുക. പിന്നെ പൂച്ച അവിടെ സ്ഥിരമാണ്. ഗ്രില്ല് തുറക്കണോടെ തന്നെ അവിടെ കിടക്കുന്നുണ്ടാവും. പിന്നെ അപ്പോഴേക്കും ആയി അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ അപ്പോഴേക്കും മോളും എണീറ്റ് വന്ന് അവൾ പല്ലൊക്കെ തേക്കുകയാണ്. ഫ്ലവർ കറി ഏകദേശമായി. ഫ്ലവർ കറിയുടെ റെസിപ്പിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. ഫ്ലവർ കറി ആയി. പിന്നെ വെള്ളരിക്കയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് പരിപ്പിടാതെ തേങ്ങ അരച്ചിട്ട് ഒരു കറി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. പുളിയും ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് കുക്കർ അങ്ങോട്ട് വിസിൽ വെക്കാൻ വെച്ചു. അപ്പോഴേക്കും നമ്മളുടെ കറിയായി വന്നു തുടങ്ങി. ഫ്ലവർ കറിയാണ്. അപ്പോൾ ഏട്ടന് ചപ്പാത്തിയും കറിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഏട്ടൻ രാത്രിയും ചപ്പാത്തിനെ കഴിച്ചപ്പോൾ പിന്നെ ഫ്രിഡ്ജിൽ മാവ് ഇരുന്നായിരുന്നു. അതുകൊണ്ട് ഞാനെടുത്ത് ഇഡ്ഡലി ഏട്ടന് വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇഡ്ഡലിയും ചമ്മന്തി ആക്കാമെന്ന് വിചാരിച്ചു.
ചപ്പാത്തിയും കറിയും എനിക്കും മോൾക്കും മാത്രം. പിന്നെ മോള് സ്കൂളിലേക്ക് അതിനെ കൊണ്ടുപോവാണ്, അവൾക്ക് ചോറ് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും ഞാൻ ചോറും കറിയൊക്കെ റെഡിയാക്കുന്നു. മകരച്ചൊവ്വല്ല, അപ്പോൾ അമ്പലത്തിൽ പോയി വരുമ്പോഴേക്കും മെഴുകില്ല. പിന്നെ അപ്പോൾ മോൾക്ക് ചപ്പാത്തിയുടെ കറി മുകളിൽ ഇങ്ങനെ വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഇലയുടെ കഷ്ണം വെട്ടിക്കൊടുന്ന് അത് വാട്ടിയിട്ടാണ് അത് കറി അതിൻ്റെ മുകളിലാണ് വെക്കുന്നത്. ചപ്പാത്തിയിൽ ഇങ്ങനെ വെക്കുമ്പോഴേക്കും പിന്നെ ഉച്ചയാകുമ്പോഴേക്കും ചപ്പാത്തി ആകെ നനഞ്ഞ പോലെ ഇരിക്കില്ല, അപ്പോൾ അത് നന്നാവില്ല. അപ്പോൾ ഞാനത് വിചാരിച്ചിട്ട് വേറൊരു പ്ലേറ്റിലോ വേറൊരു പാത്രത്തിലോ ഒന്നും ആക്കണത് മോൾക്ക് ഇഷ്ടമല്ല. ഒരുപാട് ഭക്ഷണ പാത്രങ്ങളൊന്നും കൊണ്ടുപോകാൻ വയ്യ എന്ന് പറയും. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ ഇല അതിൻ്റെ മുകളിൽ വാട്ടിയിട്ട് കറി അതിനാണ് ആക്കി കൊടുത്തത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, ഒരൊറ്റ പാത്രം മതിയെന്ന്. അപ്പോൾ അങ്ങനെ ചെയ്തു. ഇഡ്ഡലിയായി. നമ്മളുടെ ഉപ്പേരിക്ക് കേബേജ് ഉണ്ടാക്കാമെന്ന് വെച്ചു. കേബേജ് ഉപ്പേരിയും വെക്കണം. അപ്പോൾ കേബേജ് ഉപ്പേരി പിന്നെ ഞാനപ്പോഴേക്കും തേങ്ങയും ഒക്കെ ഒന്ന് ചിരകി വന്നു. പിന്നെ ഇല ഒന്ന് വാട്ടി. സ്കൂളിലേക്ക് പോകാൻ സമയമായിട്ടില്ല, പക്ഷേ എന്നാലും ഞാൻ ആ ഗ്യാസ് ഒഴിഞ്ഞപ്പോൾ ഒന്ന് ഇല വാട്ടി വെച്ചതാണ്. പിന്നെ കേബേജ് ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം. മഞ്ഞൾപ്പൊടി ഇടണു, ഉപ്പിടണു, അത്രയേ ഉള്ളൂ. അപ്പോഴേക്കും അതും ഉണ്ടാക്കി. പിന്നെ മോൾക്ക് ചപ്പാത്തി ഞാൻ ഓരോന്നായി ഉണ്ടാക്കിയപ്പോഴേക്കും സമയം വൈകി. അപ്പോൾ അവൾ ഒന്ന് മതി വേഗം തരുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും സമയമായിരുന്നു. പിന്നെ അവൾക്ക് ചപ്പാത്തി ഞാൻ വേഗം കൊണ്ടുപോകാനുണ്ടാക്കി. അതിങ്ങനെ 2 കഷ്ണമാക്കിയിട്ടാണ് ഞാൻ പാത്രത്തിൽ വെച്ചത്. അതിൻ്റെ മുകളിൽ ഇല വാട്ടിയിട്ട് അതിൽ ഫ്ലവർ കറിയും കൂടിയും വെച്ച് കൊടുത്തു കേട്ടോ. രാവിലെ എത്ര സമയം ഉണ്ടെങ്കിലും പിന്നെ ഒരു തിരക്കാണ്, ഒരു ഓട്ടപ്പാച്ചിലാണ്. എത്രയും വേഗം അവൾക്ക് ഭക്ഷണമൊക്കെ ആക്കി കൊടുത്ത് അവിടെ വിട്ടു. മറ്റേത് എനിക്ക് തിരക്കുണ്ടാവാറില്ല. എന്ന് പിന്നെ എനിക്കും അമ്പലത്തിലേക്ക് പോകാറ്. ഇപ്പം തന്നെ 8:45 സമയം. ഇനി കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ചാലശ്ശേരി ഞങ്ങളുടെ അടുത്താണ്, അവിടെ ഭഗവതി ക്ഷേത്രം ഉണ്ട്. അവിടേക്കാണ് പോകണമെന്ന് വിചാരിക്കുന്നത്. മുല്ലേമ്പറമ്പത്ത് ഭഗവതി ക്ഷേത്രം. അവിടെ പോയിട്ട് തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ മോളേനെയൊക്കെ യാത്രയാക്കിയിട്ട് വേണം കുളിക്കാനും പോവാനും ഒക്കെ. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. മോൾക്കുള്ള ഭക്ഷണം ഇങ്ങനെ ഒരു ടവലിൽ കെട്ടിയിട്ട് കൊടുക്കുക. പിന്നെ ഒരു കുപ്പി വെള്ളം അത് ഞാൻ ബാഗിലാക്കി വെച്ച് കൊടുത്തു. അവൾ റെഡിയായി കൊണ്ടിരിക്കുന്നു. സമയം പോവുകയാണ്. അപ്പോൾ സമയം വൈകി എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും പിന്നെ അവൾ പെട്ടെന്ന് പോയിട്ടോ. മോള് പോയതിൻ്റെ ശേഷമാണ് പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചതും ഞാൻ വേഗം പോയി കുളിച്ച് വന്നു. അപ്പം നേട്ടന് ഡോക്ടറെ അടുത്ത് പോകേണ്ടതും ഉണ്ട്. അപ്പോൾ അമ്പലത്തിൽ തൊഴുതതിൻ്റെ ശേഷം അങ്ങനെ നേരെ ഡോക്ടറെ അടുത്ത് പോയിട്ട് എല്ലാം കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോഴേക്കും ഉച്ചയാവും. പിന്നെ വന്നിട്ട് ജോലിയൊന്നും ചെയ്യാൻ വയ്യ എന്ന് വിചാരിച്ചിട്ടാണ് പോകുന്നതിൻ്റെ മുന്നേ തന്നെ അതൊക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങളിത് അമ്പലത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സാധനങ്ങളുണ്ട്. തൊഴുതു പോരാൻ ലൈനുണ്ട്. ഡോക്ടർക്ക് ടോക്കൺ എടുക്കാനുണ്ട്. അപ്പോൾ വേഗം ചെറിയൊരു ക്ലിപ്പ് എടുത്തിട്ട് ഞങ്ങളുടെ പിന്നെ ഡോക്ടറെത്തിക്കാൻ പോയി. പിന്നെ പോണ കാഴ്ചകളാണ് ഇതൊക്കെ, അമ്പലത്തിലെ കാഴ്ചകളാണ്. അപ്പോൾ അമ്പലത്തിൽ പോയി ഡോക്ടറെ അടുത്തേക്കും പോയി പിടിച്ച് വന്ന വഴിയുടെ കാഴ്ചകളാണ്. പാടാണ്, 2 സൈഡ് റോഡുണ്ട്. ഒരു സൈഡ് പാടൊക്കെ കൊയ്ത്ത് കഴിഞ്ഞ് മറ്റേ സൈഡ് പോകാനായിട്ട് നിൽക്കുകയാണ്. അവിടെ കൊയ്ത്തിനുള്ള വണ്ടിയൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. നല്ല കാഴ്ചയുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ വീട്ടിലേക്ക് ഇങ്ങനെ തിരിച്ച് പോരുകയാണ്. എന്നെ ഇവിടെ ആക്കിയിട്ട് പിന്നെ ഏട്ടൻ തിരിച്ച് അപ്പം തന്നെ വീടൊക്കെ കഴിച്ചിട്ട് ഏട്ടൻ തിരിച്ച് പോയി. ചാനൽ ഇഷ്ടമാകുമ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ മകരച്ചൊവ്വയുടെ വിശേഷങ്ങളാണ് നമുക്ക് പങ്കുവെച്ചത്. അപ്പോൾ കണ്ടതിന് എല്ലാവർക്കും താങ്ക് യു. അത് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മകരച്ചൊവ്വയുടെ രാവിലെ മുതൽ 11 മണി വരെയുള്ള
വിശേഷങ്ങളാണ് ഇതൊക്കെ. ഏട്ടൻ കൊണ്ടുവന്ന് തിരിച്ചു പോയി. താങ്ക് യു ഫോർ വാച്ചിങ്.